നമസ്കാരം. വിഷൻ 24 വാർത്തകളിലേക്ക് സ്വാഗതം. തണൽ ഇന്റർ സ്കൂൾ ആർട്സ് ഫെസ്റ്റ് ഫെബ്രുവരി 6 മുതൽ 9 വരെ കുറ്റ്യാടിയിൽ നടക്കുന്നതിന്റെ ഭാഗമായി ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏതാണ്ട് 1000-ഓളം വരുന്ന വിദ്യാർത്ഥികളും അവരോടൊപ്പം വരുന്ന രക്ഷിതാക്കൾ അവർക്കുള്ള 2 ദിവസത്തെ ഭക്ഷണം കൊടുക്കുന്നതിന് പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ കൺവീനർ ശശിയാണ്, ചെയർമാൻ ഞാനാണ്. അതിൽ പ്രധാനമായി വർക്ക് ചെയ്യുന്നത് മജീദ് ഷെരീഫ്, പവിത്രേട്ടൻ, ജിക്കീസ് ബഷീർ, PC അഷ്റഫ് തുടങ്ങിയിട്ടുള്ള അശ്വതി തുടങ്ങിയിട്ടുള്ള ആളുകളാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി അതിനുവേണ്ട വിഭവ സമാഹരണം ടൗണിൽ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വലിയ വിജയമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സംഗതിയും നാട്ടുകാർ ഏറ്റെടുത്തിട്ടുണ്ട്. ഭിന്നശേഷി മക്കളുടെ ഒരു പ്രോഗ്രാം എന്നുള്ള നിലക്ക് അവർക്ക് യാതൊരുവിധ കുറവും ഉണ്ടാകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പത്ര ദൃശ്യമാധ്യമങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇത് കഴിയുന്നത് വരെ ഞങ്ങൾക്ക് ഉണ്ടാവണം. ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് 1000-ഓളം ഭിന്നശേഷി മക്കൾ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേരുകയാണ്. അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളോടെയുള്ള താമസം നമ്മുടെ ഈ കമ്മിറ്റി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിന് ആബാലവൃദ്ധം ജനങ്ങളും കുറ്റ്യാടിയിലെ നമ്മുടെ ഭിന്നശേഷി മക്കൾക്ക് താമസിക്കാനുള്ള, അവരെ അതിഥികളായി സ്വീകരിക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും വളരെ ഭംഗിയായി നടത്തിയിട്ടുണ്ട്. അതിൽ എന്ത് തന്നെയായിരുന്നാലും ഈ ഒരു പരിപാടി ഗംഭീരമാകും, യാതൊരു സംശയമില്ല. കാരണം ജനങ്ങൾ ഇത് മൊത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. കുറ്റ്യാടിയുടെ മനസ്സിൻ്റെ വൈപല്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. ജനങ്ങളൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞു ഈ പരിപാടി. അപ്പോൾ ഒരപേക്ഷയുള്ളത് പബ്ലിസിറ്റി കൺവീനർ എന്ന നിലയിലാണ് പറയുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ വാർത്തകൾ നിരന്തരം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പോൾ എല്ലാവരും ഞങ്ങൾ സ്നേഹപൂർവ്വം അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 1000-ഓളം വരുന്ന ഭിന്നശേഷി മക്കളുടെ വലിയൊരു കലാപരിപാടിയാണ് കുറ്റ്യാടിയിൽ നടക്കുന്നത്. അത് കുറ്റ്യാടിയിലെ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. അതിൻ്റെ വലിയ ഒരു ഉദാഹരണമാണ് കുറ്റ്യാടിയിൽ എങ്ങ് പോയാലും അതിൻ്റെ ബാനറുകളും അതുപോലെ ആളുകളും പല പല കമ്മിറ്റികളായി പല ഫുഡിൻ്റെതായാലും വളണ്ടിയേഴ്സിൻ്റെ ആയാലും എന്തിൻ്റെതായാലും എല്ലാവരും ഒരു ആഘോഷം പോലെ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു. തീർച്ചയായും ഇനി അത് നടത്തി വിജയിപ്പിക്കേണ്ടതാണ്. തീർച്ചയായും ഭിന്നശേഷി മക്കളായ അവരുടെ രക്ഷിതാക്കളും എല്ലാവരും ഒരുപാട് ആബാലവൃദ്ധ ജനങ്ങൾ കുറ്റ്യാടിയിലേക്ക് ഒഴുകിയെത്തും. അതിന് എല്ലാവരുടെയും പത്ര മാധ്യമങ്ങളൊക്കെ സഹകരണം പ്രതീക്ഷിക്കുകയാണ്. ഭിന്നശേഷി മക്കളുടെ ഒരു സംഗമം നമ്മുടെ ഈ കുറ്റ്യാടിയിൽ ഇത് ഇവിടെ നടത്തുമ്പോൾ 1000-ഓളം മക്കൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ രക്ഷിതാക്കളും അതുപോലെ ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ അതിൻ്റെ കൂടെ ഉണ്ടാവും. ഈ സാഹചര്യത്തിൽ അതിന് ഭക്ഷണം ഒരുക്കുന്നത് ഇവിടുത്തെ കുറ്റ്യാടിയിലെ വ്യാപാര സമൂഹമാണ്. വ്യാപാരികളുടെ സഹായത്താലാണ് ഈ ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതും നൽകുന്നതൊക്കെ. അത്തരത്തിൽ ഇതിനുവേണ്ടി വളരെയധികം സഹായം തന്ന വ്യാപാരികളെ ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. സംസ്ഥാനത്തെ വിവിധ തണൽ സ്ഥാപനങ്ങളിൽ നിന്നായി 1000-ഓളം വിദ്യാർത്ഥികളാണ് ആർട്ടോളം കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. 6-7 തീയതികളിൽ സ്റ്റേജ് ഇതര മത്സരങ്ങൾ നടക്കും. ഷാഫി പറമ്പിൽ MP കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കുറ്റ്യാടി കോമത്ത് കുനിയിൽ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ വെച്ച് നിർവഹിക്കും. 9-ന് സമാപനം മന്ത്രി O കേളു നിർവഹിക്കും. മൈക്രോ ഹെൽത്ത് ലാബ്സും CK കുഞ്ഞബ്ദുള്ള മാസ്റ്റർ ട്രസ്റ്റും തണൽ റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റിന് ഭൂമി കൈമാറുന്ന ചടങ്ങും ഇതോടൊപ്പം നടക്കും. കുറ്റ്യാടി വർണ്ണശബളമായി നടക്കുന്ന പരിപാടിയിൽ മുഴുവൻ നാട്ടുകാരും സഹകരിക്കണമെന്ന് OV ലത്തീഫ്, AC മജീദ്, CH ഷെരീഫ്, ബാലൻ പാറയ്ക്കൽ, പവിത്രൻ വട്ടോളി, അശ്വതി തൊട്ടിൽപ്പാലം എന്നിവർ പറഞ്ഞു.